എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് അച്ചൻകോവിലേക്കാണ്. അച്ചൻകോവിലേക്ക് പോകാനായിട്ട് കുറച്ച് വളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം, കഴിഞ്ഞ വീഡിയോയിൽ കൊല്ലം ജില്ലയിൽ പുനലൂർ അഞ്ചൽ ഭാഗത്തുള്ള കാണി സമുദായത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചിരുന്നത്. അതിനുശേഷം നമ്മൾ പുനലൂർ റൂമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പോഴത്തേനും റൂമല്ല, അവിടെ ഫില്ലായി. ഒരിടത്ത് പോലും നമുക്ക് താമസിക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തെന്മല ഭാഗത്തേക്ക് വന്ന് അവിടെ റൂം എടുത്ത് താമസിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ അച്ചൻകോവിലേക്ക് പോകണമെങ്കിൽ ചെങ്കോട്ട വഴി, അതായത് നമ്മൾ ചെങ്കോട്ടയിൽ വന്ന് ചെങ്കോട്ടയിൽ നിന്ന് വേണം അച്ചൻകോവിലേക്ക് പോകാനായിട്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട് വന്ന് പിന്നെയും കേരളത്തിലേക്ക് പോവുകയാണ്. അതിങ്ങനെ വളഞ്ഞു വേണം ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇന്ന് എത്തിച്ചേരാനായിട്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഇനി നേരെ അച്ചൻകോവിലേക്ക് പോവുകയാണ്. കുറച്ച് ഫോറസ്റ്റിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടെന്നോ അല്ല പോകുന്ന വഴിക്ക്? അതെ അതെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട് ഭാഗത്താണ്, ചെങ്കോട്ടെ ഭാഗത്താണ്. അതെ, ഇപ്പൊ ചെങ്കോട്ടെ ഒരു തിരുമലൈ കോവിലൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സന്ദർശിച്ചിരുന്നല്ലോ. അതെ അതെ, നമ്മൾ അതിനെ കുറിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ആ കോവിലെല്ലാം കടന്നിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോയി മല കയറി നമ്മുടെ സഹ്യ പർവ്വതം കയറി അപ്പുറത്ത് കടക്കണം, കേരളത്തിലോട്ട് കടക്കണം. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഈ ഇന്നത്തെ അച്ചൻകോവിലിൽ എത്തേണ്ടത്. അതെ അതെ. അപ്പൊ ഇങ്ങനെ കുറച്ച് വളഞ്ഞു തിരിഞ്ഞൊക്കെ വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. പോകുന്ന വഴി കാടും അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ കാട്ടുമൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ പോകുന്നതിനുള്ള പ്രധാന കാരണം അതെന്താണെന്നുള്ളത് അവിടെ എത്തിയതിന് ശേഷം പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അച്ചൻകോവിലേക്കുള്ള യാത്ര തുടരാം. അതെ അതെ, യെസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര തുടരുകയാണ്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴേ തന്നെ ഒരു പ്രത്യേക ഫീലാണ് ഈ ചെങ്കോട്ട ഭാഗത്ത്. ചെങ്കോട്ട അതോടൊപ്പം തന്നെ നമ്മുടെ തെങ്കാശി ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ ഹൃദ്യമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നെല്ലും വാഴകൃഷിയും. തമിഴ്നാട് പൊതുവെ അറിയാം, നമുക്ക് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു പ്രത്യേക ഫീലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ മലനിരകൾ അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനിയിപ്പം കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഹെയർ പിൻസും അതോടൊപ്പം തന്നെ കയറ്റവും ഒക്കെ തുടങ്ങുന്നതാണ്. അതങ്ങനെ കയറി നമുക്ക് അച്ചൻകോവിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്തായാലും കുറച്ചു കാലത്തിന് ശേഷം അല്ല സാറേ, നമ്മൾ തെങ്കാശി ഭാഗത്തേക്ക് അല്ലെങ്കിൽ ചെങ്കോട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു യാത്ര വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും ഈ ഒരു യാത്രയോട് അനുബന്ധിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക്, തമിഴ്നാട്ടിലെ ഈ ചെങ്കോട്ട ഭാഗത്തേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. വീതി കുറഞ്ഞ വഴിയാണ്, എന്നിരുന്നാലും നമുക്ക് ആസ്വദിച്ച കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വഴികളൊക്കെയാണ്. കേരളം കഴിഞ്ഞ് അന്യ സംസ്ഥാനത്തേക്ക് നമുക്ക് കിടക്കും പറയാം. റോട്ടിലൂടെയൊക്കെ ഒരുപാട് മാടുകളെയൊക്കെ കൊണ്ടുപോകുന്നത് കാണാം. ഒരുപാടുണ്ട് ആടുകളൊക്കെ, ഒരുപാട് റോട്ടിലൂടെ പോകുന്നു. അതോടൊപ്പം തന്നെ എരുമകളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റുന്ന വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും ചുരം കയറാനായിട്ട് തുടങ്ങും. ഇനി ചുരം കയറി നമുക്ക് നേരെ അച്ചൻകോവിലേക്ക് പോകാം. പോകുന്ന വഴിയിൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കണ്ടാൽ അതൊരു ഭാഗ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി ചുരമൊക്കെ കയറി പതുക്കെ നമുക്ക് അച്ചൻകോവിലേക്ക് പോകാം. അങ്ങനെ എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് പതുക്കെ കയറ്റമൊക്കെ കയറി ഓരോ ഹെയർ പിൻസ് ഒക്കെ വളഞ്ഞ് നമ്മൾ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും കോട്ടവാസൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തും. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, കേരള ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ എൻട്രി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്നുള്ള യാത്ര നമുക്ക് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം, എത്ര പേര് സഞ്ചരിക്കുന്നു എന്ന് എഴുതി കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്തായാലും കാടിനുള്ളിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റിയ ഭാഗ്യമാണ്. പല സ്ഥലങ്ങളിലും ആന ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ബോർഡ് കൊടുത്തിട്ടുണ്ട്. എലിഫന്റ് ക്രോസിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആനയുടെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആന ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കണം അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരുപാട് ആനകളുള്ള ഏരിയയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വീതി കുറഞ്ഞ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇരുവശത്തെ നല്ല മനോഹരമായ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ യാത്ര തുടരുന്നു. എന്തായാലും നിങ്ങൾ ചെങ്കോട്ടയൊക്കെ വരുന്ന സമയത്ത് ഈ വഴിയിലൂടെയുള്ള ഒരു യാത്ര നിങ്ങൾ പറ്റുമെങ്കിൽ ആസ്വദിക്കുക. ഒരു ഫോറസ്റ്റ് ഡ്രൈവ് ഒക്കെ ആസ്വദിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. രാവിലെ സമയങ്ങളിൽ വരുവാണെങ്കിൽ കുറച്ചുകൂടെ വൈബാണ് കേട്ടോ. സ്ഥലം കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. കോടമഞ്ഞ് കാണാനായിട്ട് സാധിക്കും. കാരണം ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ രാവിലെ സമയങ്ങളിലും വൈകിട്ട് സമയങ്ങളിലൊക്കെ നമുക്ക് കോടമഞ്ഞ് കിട്ടുന്നതാണ്. 10 മണിക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം നിരാശപ്പെടേണ്ടി വരും. അപ്പോൾ രാവിലെയോ വൈകിട്ടോ സമയങ്ങളിൽ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുക. മൃഗങ്ങളെ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് കാണാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഈ കാടൊക്കെ ആസ്വദിച്ച് നമുക്ക് നമ്മുടെ ബാക്കി യാത്ര തുടരാം. അപ്പോൾ
എന്തായാലും നമ്മളങ്ങനെ അച്ചൻകോവിലേക്ക് പോരുന്ന വഴിയുള്ള വനത്തിലൂടെയൊക്കെ യാത്ര ചെയ്ത് പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ഉദ്ദേശം അതല്ലായിരുന്നു. ആ വഴി വരേണ്ടതുകൊണ്ട് ആ വഴി കടന്ന് നമ്മൾ അച്ചൻകോവിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് അച്ചൻകോവിലാണ്. അച്ചൻകോവിലിൽ വരാനുള്ള ഒരു പ്രധാന കാരണം ഇവിടെ ഒരു ആദിവാസി ഗോത്ര സമുദായം താമസിക്കുന്നുണ്ട്. മലമ്പണ്ടാരങ്ങൾ എന്നാണ് അവരറിയപ്പെടുന്നത്. പൊതുവേ അവരുടെ ഒരു ജനസംഖ്യ വളരെ കുറവാണ്. ഇവരെക്കുറിച്ച് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിലൊക്കെ ഇവർ ഉൾക്കാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സർക്കാർ സ്ഥലങ്ങളൊക്കെ കൊടുത്ത് പല സ്ഥലങ്ങളിലായിട്ട് സെറ്റിൽമെൻറ്റുകളൊക്കെ ഉണ്ടാക്കി അവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ കാട്ടുകിഴങ്ങുകൾ, കാട്ടുതേന്, അങ്ങനെ കാട്ടുവിഭവങ്ങളൊക്കെ ശേഖരിക്കുന്ന ഒരു ഗോത്ര സമുദായമാണ്. അപ്പോൾ അവരുടെ ഒരു ജീവിതശൈലിയെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം. എന്തായാലും ഞാനിപ്പം ഈ ഒരു സ്ഥലത്തെത്തിയപ്പം തുടക്കമൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അച്ചൻകോവിൽ വരാനുള്ള പ്രധാന ഉദ്ദേശം ഇവരെ ഒന്ന് പരിചയപ്പെടാനും ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയയിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. പല ഗോത്ര സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ മലമ്പണ്ടാരങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഒരു ഗോത്ര സമൂഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാനും പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്കിനി കാണാം. അപ്പോൾ നമ്മളെ ഇന്ന് നയിക്കുന്നത് നമ്മുടെ സുഹൃത്ത് നന്ദു ആണ് കേട്ടോ. നന്ദു നമ്മൾക്ക് ഇവിടെയുള്ള വീടുകളെയൊക്കെ കൊണ്ട് കാണിച്ച് ഇവിടെ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ഇവരുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കാമെന്നാണ് നമ്മളോടൊപ്പം നന്ദു പറഞ്ഞിരിക്കുന്നത്. നന്ദു എന്ത് ചെയ്യുന്നു? പഠനമൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണല്ലേ? പത്താം ക്ലാസ് പാസ്സായോ? 10ാം ക്ലാസ് പാസ്സായില്ല. പഠിച്ചിനി ജയിക്കണം കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും. നന്ദു ഇവിടെ താമസിക്കുന്നതാണ് കേട്ടോ. നന്ദു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു ഇവിടെ കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പഴയ ആചാരങ്ങളെക്കുറിച്ചൊക്കെ അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളെ നന്ദു കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്ദുവിനോട് പോകാം. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ അധികം ജനസംഖ്യ ഇല്ലാത്ത ഒരു ആദിവാസി ഗോത്ര സമുദായത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. ഈ ആദിവാസി ഗോത്ര സമുദായം കേരളത്തിലെ കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മാത്രം കാണുന്ന മലമ്പണ്ടാരം ഗോത്ര വിഭാഗമാണ്. മലമ്പണ്ടാരം ഗോത്ര വിഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ജനസംഖ്യ തുലവും തുച്ഛമാണ്. 2011 സെൻസസ് പ്രകാരം 2400ഓളം പേർ മാത്രമാണ് മലമ്പണ്ടാര ഗോത്ര വിഭാഗത്തിലുള്ളത്. മലമ്പണ്ടാര ഗോത്ര വിഭാഗക്കാർ പൊതുവെ വളരെ ശാന്തശീലരും ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഗോത്ര സമുദായമാണ്. പൊതുവെ പൊതുസമൂഹവുമായിട്ട് ഇഴുകിച്ചേരാൻ വൈമുഖ്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗമാണ് മലമ്പണ്ടാര ഗോത്ര വിഭാഗക്കാർ. അവർ പൊതുവെ കാടുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോത്രവർഗ വിഭാഗമാണ്. മലമ്പണ്ടാരം ഗോത്ര വിഭാഗക്കാർ വളരെ പണ്ട് കാടുകളിൽ ഒരു നൊമാഡിക് അല്ലെങ്കിൽ അലഞ്ഞു തിരിയുന്ന ഒരു ജീവിത രീതി ഉണ്ടായിരുന്ന ഒരു ഗോത്ര വിഭാഗമാണ്. കേരളത്തിലെ മറ്റ് ഗോത്ര സമുദായവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവർ നാടോടികളാണ്. കാടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ കൂട്ടമായി തമ്പടിച്ച് വനവിഭവങ്ങളായിട്ടുള്ള തേന്, കുന്തിരിക്കം, കാട്ടുകിഴങ്ങ്, ഏലയ്ക്ക മുതലായവ ശേഖരിച്ച് പൊതു ഇടങ്ങളിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയാണ് ഇവർ ഉപജീവനം നടത്തിയിരുന്നത്. പിന്നീട് ആ ഒരു സ്ഥലത്തെ വിഭവങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവർ മറ്റു ഇടങ്ങളിലേക്ക് മാറി വീണ്ടും അവിടെ പോയി താമസിച്ച് അവിടുത്തെ വിഭവങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയാണ് ഇവരുടേത്. ഇപ്പോൾ പഴയ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് സർക്കാരിൻ്റെ ചില പോളിസികൾ കാരണം, അതായത് പഴയ കാലങ്ങളിൽ കാട്ടിൽ വസിച്ചിരുന്ന ജനങ്ങളെ നാട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന സർക്കാരിൻ്റെ പോളിസി കാരണം ഇപ്പോൾ ഈ മലമ്പണ്ടാരം ഗോത്ര സമുദായത്തെ നാട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സർക്കാർ അവർക്ക് നാട്ടിൽ സ്ഥലങ്ങൾ അനുവദിച്ച് നൽകുകയും അവിടെ അവരെ ഒരു പ്രത്യേക സെറ്റിൽമെൻ്റായിട്ട് അവിടെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. എന്നിരുന്നാലും അവർക്ക് വനത്തിൽ പോയി വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഇപ്പോഴും പാസ് സർക്കാർ നൽകുന്നുണ്ട്. ഈ അനുവദിക്കുന്ന പാസിന് 15 ദിവസത്തെ കാലാവധിയാണുള്ളത്. ഈ പാസ് പ്രകാരം ഈ ഗോത്രവർഗത്തിലെ ആണുങ്ങൾ മാത്രം ഇപ്പോൾ കാട്ടിൽ പോയിട്ട് അവിടെ കുടിൽ കെട്ടി അവിടെ നിന്ന് വനവിഭവങ്ങൾ ശേഖരിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയാണ് ഇപ്പോഴുള്ള അവരുടെ ഉപജീവന മാർഗം. നായാടികളായ ഇവർ പഴയ കാലങ്ങളിൽ കാട്ടിൽ വേട്ടയാടിയും നദികളിൽ നിന്ന് മീൻ പിടിച്ചുമാണ് ഭക്ഷണത്തിന് വക കണ്ടെത്തിയിരുന്നത്. എന്നിരുന്നാലും പുതിയ കാലത്തിൽ വേട്ടയാടൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതിനാൽ നദികളിൽ നിന്ന് അവർ മീൻപിടുത്തം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവരുടെ ആരാധനാക്രമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ പൊതുവെ മലദൈവങ്ങളെയാണ് ആരാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയോട് ചേർന്ന് വസിക്കുന്നതിനാൽ ഇവർ അയ്യപ്പനെയും ആരാധിക്കുന്നുണ്ട്. മലമ്പണ്ടാരം വിഭാഗക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം വളരെ മോശമാണ്. പ്രത്യേകിച്ച് പല കോളനികളിലും കുട്ടികൾ 10ാം ക്ലാസ്സോടുകൂടി പഠനം നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. എന്നിരുന്നാലും വിരലെണ്ണാവുന്ന കുട്ടികൾ മാത്രം ഉന്നത വിദ്യാഭ്യാസവും ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. മലമ്പണ്ടാരം ഗോത്ര വിഭാഗക്കാരുടെ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വിവാഹം വളരെ ലളിതമായ രീതിയിലാണ് അവർ നടത്തുന്നത്. വധുവിൻ്റെ കഴുത്തിൽ
വരൻ ഒരു മഞ്ഞച്ചരട് കെട്ടിയിട്ടാണ് അവർ പൊതുവെ വിവാഹ ചടങ്ങുകൾ നടത്തുന്നത്. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ അവർ നമ്മളെപ്പോലെ കോടതിയൊന്നും സമീപിക്കാതെ തന്നെ അവരുടെ വിവാഹബന്ധം അവർ സ്വയം ഒഴിയുകയാണ് ചെയ്യുന്നത്. നമ്മൾ അച്ചൻകോവിലേക്ക് വരുന്ന വഴി മലമണ്ടാരം ഗോത്ര സമുദായക്കാർ താമസിക്കുന്നൊരിടത്ത് എത്തിച്ചേർന്നു. അപ്പോൾ ഇവിടെ ഒരു അമ്മയെ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ നമുക്ക് അമ്മയോട് ഈ മലമണ്ടാരം ഗോത്ര സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം അമ്മേ. നമസ്കാരം. പേരെന്താണ്? കമല. കമല. ഇവിടുത്തെ ഒരു താമസക്കാരിയാണല്ലോ അല്ലേ? ഈ മലമണ്ടാരം ഗോത്ര സമുദായക്കാരായിട്ട് എത്ര പേരാണ് ഇപ്പം നിങ്ങൾ ഈ താമസിക്കുന്നിടത്തുള്ളത്? ഞങ്ങളിപ്പോൾ ഇവിടെ താമസക്കാർ 18 കുടുംബം. 18 കുടുംബം. അപ്പോൾ മുന്നേ നിങ്ങളുടെ സമുദായക്കാരുടെ ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാടുമായിട്ട് ഇഴുകിച്ചേർന്ന ഒരു ജീവിതമല്ലായിരുന്നു? കാട്. അപ്പോൾ അന്നത്തെ ഒരു ഓർക്കാൻ പറ്റുന്നുണ്ടോ അന്നത്തെ കാലഘട്ടം? അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വനം കൊണ്ട് തന്നെ ജീവിതം. അന്ന് ഇതുപോലെ ഒരു ഭൂമിയും ഇതുപോലെ ഒരു സ്ഥലം പോലും ഇല്ല. ഇന്നും നാളെയും വാരിക്കെട്ടി ഒരാഴ്ച ഒരു സ്ഥലത്ത്, പിന്നെ ഒരു 10 ദിവസം ഒരു സ്ഥലത്ത്, അങ്ങനെ വാരിക്കെട്ടി നടന്നാണ് ഞങ്ങൾ കാട്ടിൽ ജീവിച്ചത്. പിള്ളാരും കൊണ്ട് മഴയായാലും ഇതുപോലെ ഉണക്കുകാലമായാലും എല്ലാം ഇങ്ങനെ വാരിക്കെട്ട് പോക്കാ. അപ്പോൾ ഈ ഉൾക്കാട്ടിലായിരുന്നു നിങ്ങളുടെ ജീവിതം? ഉൾക്കാടാ, ഇതിന്റെ അപ്പുറത്താ. ഭയങ്കര വനമാ. അപ്പൊ അന്ന് നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു കൂരയൊന്നുമില്ല? കൂരയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഒരു തൽക്കാലം ഒരു കൊച്ചു ഇതുപോലെ ഒരു ഷെഡ് വെച്ച് 10 ദിവസമോ അല്ലെ ഒരാഴ്ച 2 ആഴ്ച ഇതുപോലെ ഒരു ഷെഡ് വെച്ച് ഒരു സ്ഥലത്ത് താമസിക്കും. പിന്നെ അതിലൊന്നും പിന്നെ വേറെ ഒരു സ്ഥലം പോകും. അവിടെ നിന്ന് ആണുങ്ങൾ കാട്ടിൽ പോകും. 10 ദിവസം പെണ്ണുങ്ങൾ വീട്ടിൽ, 10 ദിവസം കാട്ടിലെ ആണുങ്ങൾ. പിന്നെ അവർ വരും. പിന്നെ അവിടെ ഒന്നും എടുക്കാൻ തേനോ കുന്തിരിക്കോ ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒന്നും വാരിക്കെട്ടി പോകും. അപ്പോൾ നിങ്ങളുടെ ഒരു ജീവിത രീതി, അതായത് നമുക്ക് ജീവിച്ചു പോകുന്നൊരു വരുമാനം വേണമല്ലോ. അപ്പൊ അക്കാലങ്ങളിൽ ഈ കാട്ടു വിഭവങ്ങൾ ശേഖരിച്ചിട്ടാണോ? അന്ന് അത് തന്നെ സാറേ, ഇന്നും ഇത് തന്നെ സാറേ. കാട്ടിലെ മലം തിരക്ക് എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. കാട്ടിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശേഖരിക്കുന്നത്? കുന്തിരിക്കം, തേന്, ഏലക്ക, പൊന്നാമ്പ, ഇത് എല്ലാം ഇത്ര സാധനങ്ങൾ. പിന്നെ വേറെ ഉണ്ട്. അപ്പൊ ഈ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന ഈ വനവിഭവങ്ങൾ നിങ്ങൾ നാട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അതാണ് നിങ്ങളുടെ ഒരു വരുമാനം? അതേ ഉള്ളു വരുമാനം. അപ്പൊ അന്നത്തെ കാലത്ത് ഒരിടത്ത് സ്ഥിരമായി താമസിക്കില്ല? ഇല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അവിടെ തമ്പടിച്ച് അവിടത്തെ തേനും കുന്തിരിക്കും ഇതെല്ലാം ശേഖരിച്ച് എടുത്തിട്ട് അവിടെ ഇല്ലെങ്കിൽ അത് വേറെ ഒരു സ്ഥലത്ത് പോകും. അപ്പൊ ഒരു ഇങ്ങനെ നിങ്ങളൊരു നാടോടികളെ പോലെ നാടോടിയെ പോലെ മക്കളെല്ലാം വാരിക്കെട്ടി ഞങ്ങളുടെ സാധനങ്ങളും വാരിക്കെട്ടി ഇങ്ങനെ പോന്നതാ. അങ്ങനെയായിരുന്നു നിങ്ങളുടെ? ആനയായാലും കടുവ ആയാലും അതിന്റെ ഇടയ്ക്ക് കൂടെ പോവും. അപ്പൊ അത് അന്നത്തെ നിങ്ങളുടെ ഒരു ജീവിത സാഹചര്യമായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി അമ്മയ്ക്ക്? എനിക്ക് 60 വയസ്സ്. 60 വയസ്സ്. അപ്പൊ ആ ഒരു ബാല്യകാലത്തൊക്കെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ്? വനത്തിലൊക്കെ ആയിരുന്നു? ഞങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാവരുമേ വനത്തിനകത്ത്. ഞങ്ങളുടെ അച്ഛനും അമ്മയുടെ അച്ഛനും അമ്മയും വനത്തിനാണ്. അപ്പൊ ആ ഒരു പഴയകാലമൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓർമ്മയുണ്ട്. ഞങ്ങളുടെ അച്ഛനും അമ്മയും ഇതുവരെയൊക്കെ ജീവിച്ച ഞങ്ങളെ വളർത്തിയതും എല്ലാം ഞങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പൊതുവെ നിങ്ങളുടെ സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസമൊന്നും അന്ന് ആരും പിള്ളേർ പോലും പഠിച്ചവരില്ല. ഇപ്പോഴുള്ള കാലഘട്ടത്തിലാണ് ഇത്ര മക്കളായാലും പഠിച്ചത്. അന്നുള്ളത് ഞങ്ങളുടെ അച്ഛനും അമ്മയൊന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല. അന്ന് ഈ അച്ചൻകോവിൽ തന്നെ ഇത്ര നാടും ഒന്നും ഇല്ല. ഇവിടെ ഈ ഭാഗങ്ങളില് പൊതുവെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഗോത്ര സമുദായമാണ് മലമണ്ടാരം എന്ന് പറയുന്നത്. കൊല്ലം ജില്ല. കൊല്ലം ജില്ലയില് ഈ പമ്പാ നദിയുടെയും അച്ചൻകോവിൽ ആറിന്റെ ഒക്കെ തീരങ്ങളിലാണ് നിങ്ങളുടെ സമുദായക്കാർ താമസിക്കുന്നത്. അപ്പൊ പിന്നെ ആ ഒരു വനത്തിൽ ജീവിച്ച ഒരു കാലഘട്ടമാണോ സന്തോഷകരം? അതോ നാട്ടിൽ വന്നതാണോ? നമ്മക്ക് കാട്ടിൽ കിടന്ന് നമ്മൾ അന്നത്തെ കാലത്ത് കഷ്ടപ്പെട്ട് ജീവിച്ചു സാറേ. ഇപ്പോഴുള്ള ഇതുപോലെ മക്കള് അവൾക്ക് പഠിക്കണമെന്നുള്ള ധാരണ ഉള്ളവരാ. അപ്പൊ അവര് പള്ളിക്കൂടത്തിൽ പോയി പഠിക്കണം, 4 അറിവ് വേണം, നമ്മുടെ അച്ഛൻ അമ്മയെ പോലെയുള്ള ജീവിതത്തിൽ ജീവിക്കരുത് എന്നുള്ളതാ ഇപ്പോഴുള്ള മക്കളുകൾ. അങ്ങനാ ഞങ്ങൾ ഇനി വന്നത്. ഈ പിന്നെ പൊതുവെ നിങ്ങളുടെ സമുദായത്തിൽ ഈ പഴയ കാലത്ത് എന്തെങ്കിലും വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ നൃത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാണുമായിരിക്കും. അത് നിങ്ങളുടെ തലമുറയിൽപ്പെട്ട അവർക്കൊന്നും പിടിയില്ല? ഇല്ല, ഞങ്ങൾക്ക് പിടിയില്ല. അങ്ങനെ ഒരു ആചാരത്തിന്റെ ഭാഗമായി നൃത്തമൊന്നുമില്ല? ഇല്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഈ ഒരു വിവാഹമൊക്കെ എങ്ങനെയായിരുന്നു നടത്തുന്നത്? അത് അവരവരുടെ പിന്നെ ഒരു പെണ്ണെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരാണ് വിളിച്ചോണ്ട് പോകും. അങ്ങനെ ഒരു ചടങ്ങായിട്ട് കല്യാണം ഒന്നുമില്ല. അവർക്ക് ഇഷ്ടം ആണും പെണ്ണായിട്ട് ഇഷ്ടപ്പെട്ട അവര് ഓടിപ്പോവും. അതേ ഉള്ളു അന്നത്തെ കാലത്ത്. പിന്നെ അന്നത്തെ കാലത്തും പിന്നെ ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഇങ്ങനെ പോകും. ഇക്കാലത്ത് എന്തെങ്കിലും ഇപ്പോഴും കല്യാണത്തില് എല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എന്തൊക്കെ മാറ്റമാണ് വന്നിട്ടുള്ളത്? അത് നമ്മളെ പോലെ തന്നെ നാട്ടിലെ ഉള്ളവരെ പോലെ കല്യാണം അമ്പലത്തിൽ വെച്ച് താലി കെട്ടി
സദ്യയൊക്കെ ചെയ്ത് അങ്ങനെ പോകും. പഴയ കാലത്താണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരുമിച്ച് ജീവിക്കും. ഇപ്പൊ ഒരു എല്ലാം ഇപ്പോഴും അറിയാമല്ലോ. ഇപ്പോഴത്തെ രീതി വെച്ച് നാട്ടിലുള്ള ആചാരം നാട്ടിലുള്ള രീതികൾ വെച്ചിട്ടാണ് ഇപ്പോഴുള്ളവർ കഴിയുന്നത്. അപ്പൊ ഈ പിന്നെ കല്യാണത്തിന് എങ്ങനെയാണ് ഇപ്പൊ ഇക്കാലത്ത് എങ്ങനെയാണ് പെണ്ണും ചെറുക്കനും പരസ്പരം അവർ ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ പെണ്ണിന്റെ അച്ഛനും അമ്മയും? പെണ്ണ് കാണാൻ ആണന്റെ അച്ഛനമ്മയും പോവും, അവര് പോയി കണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെടും, പിന്നെ ആണെ വന്ന കാണാൻ അവർക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളെ പോലെ തന്നെ ഇപ്പോഴുള്ള ഒരു ജീവിതം. ഇപ്പോഴത്തെ ജീവിതം അന്നത്തെ കാലത്ത് ആർക്കും അങ്ങനെ ഒരു ഇല്ല. അതുപോലെ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് ഒരു മൂപ്പനുണ്ടാവില്ലേ? മൂപ്പനുണ്ടാവും. നിങ്ങളുടെ സമുദായത്തിലുണ്ടോ അങ്ങനെ? ഉണ്ടായിരുന്നു. ഞങ്ങളൊരു കൊച്ചാ മരിച്ചു. ഇപ്പോഴും ഒരാളുണ്ട് മൂട്ടുകാണി. മൂട്ടുകാണി അറിയപ്പെടുന്നത് മൂപ്പന. അത് ഞങ്ങളുടെ മോനാ, ചേട്ടത്തിയുടെ മോൻ. അപ്പൊ പുള്ളിയാണോ ഇതൊക്കെ ഇതെല്ലാം നടത്തുന്നത്, കാർമ്മികത്വം വഹിക്കുന്ന പുള്ളിയാണോ? അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ മൂപ്പന് പിന്നെ നിങ്ങളുടെ സമുദായത്തിന്റെ ഇടയിൽ വിവാഹം, മരണം അതിനൊക്കെ വരും. അവര് അപ്പൊ എന്താണ് ചെയ്യുന്നത് അതിന്റെ കാർമ്മികത്വം? അതിന് വന്നിട്ട് ഒരു മരണം വന്ന 1000 രൂപ സഹായിക്കും. പിന്നെ അതിന്റെ തിരിയോ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു പറിക്കും. പിന്നെ അത് ചടങ്ങാകെ അവര് പിന്നെ അടക്കുന്നവരെ അവിടെ കാണും. അത് കഴിഞ്ഞിട്ട് എല്ലാരും ഇതുപോലെ പോകും. അവനും മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ദഹിപ്പിക്കുന്നതാണ് അതോ കുഴിച്ചിടുന്നത്? അതെ, ഞങ്ങൾ കുഴിച്ചാടുന്ന പെട്ടി മേടിച്ച് പെട്ടി വാങ്ങിച്ച് പെട്ടി അടക്കി കുഴിച്ചിടുന്നത് അല്ലേ? അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചടങ്ങുണ്ടായി? ചടങ്ങുണ്ട്. എന്തൊക്കെയാണ് അത് പിന്നെ 7ന്റെ അന്ന് ഒരു കുളിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 16 ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ എല്ലാ ചടങ്ങുകളും ഉണ്ട്. അതോടെ ഈ മരണം സംബന്ധിച്ച് തീരും. അവരെ സംസ്കരിക്കാനായിട്ട് ഏതെങ്കിലും ഭൂമിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? അതോ നിങ്ങൾ താമസിക്കുന്നതിനടുത്ത്? ഞങ്ങൾ താമസിക്കുന്ന അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ അയ്യത്തിൽ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ സമുദായത്തിൽ പെൺകുട്ടികൾ വയസ്സറിയിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ. അപ്പൊ അതെങ്ങനെയാണ് ആ ചടങ്ങ്? ആ ചടങ്ങ് 10ന്റെ അന്ന് ചടങ്ങ് കുളിപ്പിച്ച് 5 ആദ്യം ഒരു 5 പിന്നെ ഒരു 5 അങ്ങനെ 10 ദിവസം ആവുമ്പോ അത് ചടങ്ങ് വീട്ടിൽ. ആ സമയത്ത് വീട്ടിലല്ലോ പാർപ്പിക്കുന്നത്, വേറെ പ്രത്യേകിച്ച് ഒരു കൂരയിലാണ് കുട്ടിയെ താമസിക്കുന്നത്. പ്രത്യേകിച്ച് അത് പിന്നെ അല്ലാതെയും അവര് ആകുമ്പോഴും പിന്നെ 7 ദിവസം പ്രത്യേകിച്ച. അതാ നമ്മുടെ അവിടെ താഴെ ഷെഡ്. അപ്പൊ എല്ലാ ഇങ്ങനെ നിങ്ങൾ താമസിക്കുന്നതിനിടയിലും ഈ പെൺകുട്ടികൾ വയസ്സറിയുന്ന സമയമാകുമ്പോൾ മാറി കൂര ഉണ്ടാവും. ഞങ്ങൾ ഒത്ത് താമസിക്കത്തില്ല. അതുപോലെ ഇപ്പൊ ചേച്ചി താമസിക്കുന്ന വീടിന്റെ അടുക്കളയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്, അടുക്കള പ്രത്യേകമായിട്ടാണ്. പിന്നെ അത് സ്ഥലം ഉള്ളതുപോലെ സ്ഥലങ്ങളുണ്ടെങ്കിൽ അടുക്കളയ്ക്ക് നമുക്ക് കിടക്കാനുള്ള വീടും ഉണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ അടുക്കള ഒരു വീട്ടിൽ തന്നെ വെക്കും. പിന്നെ അല്ലെങ്കിൽ ഞാൻ ഇതുപോലെ പ്രത്യേകിച്ച് അടുക്കള വെക്കും. അതിൽ സ്ഥലം ഇല്ലാഞ്ഞിട്ടാ അങ്ങനെ വെച്ചത്. നിങ്ങളുടെ ഈ അടുക്കളയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ആഹാര രീതിയൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ 3 നേരമാണോ അതോ 2 നേരമാണോ ആഹാരം? അത് പിന്നെ സൗകര്യം നമ്മുടെ വരുമാനം അനുസരിച്ച്. രാവിലെ കാപ്പിയായിട്ടൊക്കെ ഉണ്ടോ? അതൊന്നുമില്ല സാറേ. രാവിലെയും ഒക്കെ ചോറ് തന്നെ? രാവിലെ പഴങ്കഞ്ഞി ഉണ്ടോ? അത് പിള്ളേർ കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവര്. ഞങ്ങളാരും കഴിക്കത്തില്ല പഴങ്കഞ്ഞി. പിന്നെന്താ കഴിക്കുന്നത്? പിന്നെ ഞങ്ങൾ ഇതുപോലെ അരിയിട്ട് കഞ്ഞി വെച്ചാൽ അത് എപ്പോഴാലും 10-12 മണിക്ക് കറിയോ എല്ലാം ഉണ്ടാക്കി ചോറാ കഴിക്കുന്നത്. അപ്പൊ ഉച്ച സമയത്താണ് നിങ്ങൾ പ്രധാനം കഴിക്കുന്നത്? രാവിലെ അങ്ങനെ ഒരു കഴിപ്പില്ല? ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയാണോ? പിന്നെ രാത്രി 8 മണി 9 മണിയൊക്കെ ആകുമ്പോ. അപ്പൊ ഈ ആഹാരത്തിൽ എങ്ങനെയാണോ? പച്ചക്കറിയാണോ? പിന്നെ മീൻ, ഇറച്ചി കൂട്ടത്തില്ല. മീൻ വാങ്ങിക്കും, പിന്നെ പച്ചക്കറി, ഇങ്ങനെയുള്ള ഐറ്റങ്ങളാ. അങ്ങനെയാണ് ആഹാരത്തിന്റെ രീതി. അല്ല കോഴിയോ പശു അതൊന്നും കഴിക്കത്തില്ല. കോഴിയൊന്നും കഴിക്കത്തില്ല. പൊതുവെ ഈ മലമണ്ടാര സമുദായക്കാർ കഴിക്കുന്നവരുണ്ട്, എല്ലാരും കാണത്തില്ല. ഞങ്ങളാരും കഴിക്കത്തില്ല. അല്ല, നിങ്ങളപ്പം പൊതുവെ മാംസാഹാരം കഴിക്കത്തില്ല? ഇല്ല. സസ്യാഹാരികളാണ്. ഞങ്ങളത് ശീലിച്ചില്ല. നിങ്ങളുടെ എല്ലാ കുടുംബക്കാരും അങ്ങനെയാണ്? അല്ല, 10 5 പേര് കാണും, 5 പേര് കാണത്തില്ല, കൂട്ടുന്നവരായിരിക്കും. എന്നാലും പൊതുവെ കഴിക്കുന്നതല്ലേ, മാംസാഹാരം കഴിക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ. ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം അനുസരിച്ചിട്ടല്ലേ അവർ കഴിക്കുന്നത്. ഓക്കെ. പണ്ട് കാലം ഇത് തന്നെ, ഇപ്പോഴത്തെ കാലം ഇത് തന്നെ. പണ്ട് നിങ്ങൾ കാട്ടില് ഇങ്ങനെ ഈ വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് വരുന്ന സമയത്ത് വേട്ടയാടലും ഒക്കെ ഉണ്ടായിരുന്നു കാണുമല്ലോ? അത് കാട്ടില് അന്നത്തെ കാലത്ത്. പൊതുവെ അന്നൊക്കെ മാംസാഹാരികളായിരുന്നു. അത് കഴിച്ചിട്ടുണ്ട്. അത് കഴിക്കും ഞങ്ങള്. ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ വേട്ടയാടി കൊണ്ടുവന്ന അങ്ങനെ ഞങ്ങൾ കഴിക്കും. ഇപ്പൊ നിങ്ങളുടെ കുടുംബക്കാരെങ്കിലും ഒക്കെ വനത്തിനുള്ളിൽ താമസിക്കുന്നുണ്ടോ? ഇപ്പോഴും അങ്ങനെ ഇപ്പൊ ഫോറസ്റ്റില് താമസിക്കാൻ സമ്മതിക്കത്തില്ല. ഇല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? പഴയ രീതി പണ്ട് നിങ്ങൾ ഈ പറഞ്ഞ തേന്, കുന്തിരിക്കം, ഏലക്ക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുമെന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും നിങ്ങൾക്ക് അതിന് ലൈസൻസ് ഉണ്ട്. അതിന്റെ ഫോറസ്റ്റിൽ നിന്ന് പാസ് എടുത്ത് വേണം കാട്ടിക്കയറാനായിട്ട്.
അപ്പോൾ നിങ്ങൾ കാട്ടിൽ കയറി കഴിഞ്ഞ പിന്നെ അവിടെ താമസിച്ചിട്ടാണ് ഇത്? അവിടെ 10 ദിവസം 5 ദിവസം 6 ദിവസമൊക്കെ ഉള്ള പാസ് എടുത്തോണ്ട് പോകും. 10 ദിവസം ആണെങ്കിൽ 10ന്റെ അന്ന് ഇറങ്ങി വരണം. അത് സ്വീകരിച്ച് നമ്മുടെ ഈ അച്ചൻകോവിലിൽ വരണം. അതുവരെയുള്ള പാസ് അവർ എഴുതി തരത്തുള്ളൂ. അല്ല, അപ്പൊ ഈ ശേഖരിച്ച് വരുന്ന സാധനങ്ങൾ എവിടെയാണ് അത് വിൽക്കുന്നത്? അത് ഇപ്പോഴും കൊടുക്കുന്ന അങ്ങ് പുലിക്കൈ എന്ന് പറയുന്ന കല്ലാറ്. അത് ഏതാണ്? വല്ല സൊസൈറ്റി ഉണ്ടോ? സൊസൈറ്റി VSS. ഓ, വനസംരക്ഷണ സമിതിക്കാർ. അവരിത് നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കും. തൂക്കിയിട്ട് അവർ അവിടെ നിന്ന് ബില്ല് എഴുതി കൊടുത്തുവിടും. അത് നമ്മൾ ഇവിടെ വന്ന് കൊടുക്കുമ്പോൾ അവർ പൈസ തരും. അപ്പൊ തേനൊക്കെ ആവശ്യത്തിലധികം ഇപ്പൊ കാട്ടിലുണ്ടോ? ഇപ്പോഴും ഇത്തിരി കുറവാ. 2 മാസം കഴിയുമ്പം പിന്നെ അതിന്റെ ശേഷനാ. പൊതുവെ എപ്പോഴാണ് തേനൊക്കെ കാട്ടി കിട്ടുന്ന സീസൺ? അത് മഴക്കാലം. മഴക്കാലത്താണ്. അത് ശരി. ഇപ്പൊ നിങ്ങൾ പഴയ കാലങ്ങളിൽ കാട്ടിൽ ആയിരുന്നല്ലോ ജീവിച്ചിരുന്നത്. അപ്പൊ അന്ന് ഭക്ഷണക്രമത്തിൽ ഒരുപാട് കിഴങ്ങുകൾ കാട്ടി കിട്ടുമല്ലോ. കാട്ടിലെ കിഴങ്ങുണ്ട്. അത് ഏതൊക്കെ തരം കിഴങ്ങുകളാണ്? അത് പിന്നെ 2 സൈസ് കിഴങ്ങുണ്ട്. നൂറാൻ, കമല എന്ന് പറയുന്ന 2 സൈസ് കിഴങ്ങ്. പിന്നെ വേറെ ഒരു സൈസ് ഉണ്ട്, നമ്മുടെ ഇത്ര കാച്ചിൽ കണക്ക് ഇരിക്കും. അത് മുക്കിഴങ്ങെന്നാ പറയുന്നത്. പിന്നെ അങ്ങനെ ഉണ്ട്. പിന്നെ മരത്തിൽ നമ്മളെ തെങ്ങ് പോലെയുള്ള പനമുണ്ട്, അല്ലാതെ ഒരു പനമുണ്ട്. അതിന്റെ പൊടിയും ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ അത് ഉണ്ടാക്കി തരും. അതിന്റെ പൊടി എന്ന് പറഞ്ഞാൽ അത് പിന്നെ തല്ലിപ്പൊട്ടിച്ച് പാറയിൽ വെച്ച് ചതച്ച് പിന്നെ നമ്മുടെ പശുവമ്പാൽ പിഴിയുന്നില്ല, അത് ഉണക്കി അത് പിഴിഞ്ഞ് അത് അടിഞ്ഞ് അതിന്റെ പൊടിയെടുത്താ കഴിക്കുന്നത്. അതെന്ത് ചെയ്യും? അത് കുറുക്കി കഴിക്കും. കുറുക്കുകയും കഴിക്കാൻ നമുക്ക് എന്താ പലഹാരം ചെയ്യാം. അത് ശരി. അപ്പൊ ഇന്നിപ്പോ നിങ്ങൾ ഈ കിഴങ്ങുകൾ, കാട്ടിൽ കിട്ടുന്ന കിഴങ്ങുകൾ ശേഖരിച്ച് കഴിക്കാറുണ്ടോ? ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്. ഇപ്പോഴും കഴിക്കുന്നവരുണ്ട്. അത് ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ അതെടുത്ത് ഞങ്ങൾ ഇപ്പോഴും എല്ലാം ഈ കാട്ടി അന്നത്തെ ഞങ്ങളുടെ അച്ഛനമ്മ തന്ന ആഹാരം ഇന്നും എല്ലാവരും കഴിക്കുന്നുണ്ട്. ഇക്കാലങ്ങളിൽ പാസ് എടുത്തിട്ട് കാട്ടിൽ പോയി വനവിഭവങ്ങൾ ശേഖരിക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങൾ ആ സമയങ്ങളിൽ കാട്ടിൽ കൂര കെട്ടിയിട്ട് താമസിക്കുക? ഇതുപോലെ കൂര കെട്ടി ഈ അച്ഛൻ പോകുമ്പോഴേ ഇവിടെ ഉള്ള സാധനങ്ങളാ വാങ്ങിച്ചു പറിക്കുക. അരി, ഉപ്പ്, മുളക് എല്ലാം വാങ്ങിച്ച് ഇവിടെ നിന്ന് ജീപ്പ് വിളിച്ച് കൊണ്ടുപോയി അവിടെ തങ്ങുന്നിടത്ത് പോയി അവിടെ നിന്ന് ഇറങ്ങി ജീപ്പ് ഇഞ്ഞു പോരും. അവർ വനത്തിനകത്ത് വനത്തിനകത്ത് പോകും. അപ്പൊ അവിടുന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചേർന്നാണ് പോകുന്നത്? ഇല്ല, ഇപ്പൊ പെണ്ണുങ്ങളും പിള്ളേരും പോകാൻ പറ്റത്തില്ല, ആണുങ്ങൾ മാത്രം. അപ്പൊ അവരിവിടുന്ന് ഈ അരിയും മറ്റു എല്ലാം കൊണ്ട് പിന്നെ അപ്പൊ ആ സമയത്ത് അവര് കാട്ടുകിഴങ്ങുകളൊക്കെ ശേഖരിച്ച് അവര് കണ്ടെടുക്കും, എടുത്ത് കഴിക്കും. അങ്ങനെയാണ്. കാടുമായിട്ട് ഒരുപാട് സംസർഗമുള്ള ഒരു സമുദായക്കാരാണല്ലോ നിങ്ങൾ. അപ്പൊ പണ്ട് ഒരു വനത്തിൽ കഴിഞ്ഞിരുന്നതുമാണ്. അപ്പൊ നമ്മുടെ ഈ അച്ചൻകോവിൽ വനത്തിൽ ഏറ്റവും കൂടുതലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ ചോദിച്ചു? മൃഗം ഈ റോഡേ പോകുന്നത് ഫസ്റ്റിൽ പോകുന്നത് ആനയാ എന്ന് പറഞ്ഞാൽ മതി. ഇപ്പോഴും ഉണ്ട് ഈ ചുറ്റുപാട് ആന, കടുവ, പുലി ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെന്നാ. ഞങ്ങള് താമസിക്കുന്ന തൊട്ടപ്പുറത്ത് 3 ദിവസം വന്ന് ഇവിടെ ഈ പരിസരം മൊത്തം ആന കടുവായും ഉണ്ട്. കടുവ ഈ കഴിഞ്ഞ 3-4 ദിവസമായി ആനയുടെ കുട്ടി അതിനെ അടിച്ച് കൊന്ന് ഇട്ടിരുന്നു കടുവ. അത് ഫോറസ്റ്റുകാർ പോയി കണ്ടു. പിന്നെ ഡോക്ടർമാരൊക്കെ അവരെല്ലാവരും വന്ന് ചെക്കപ്പ് നടത്തി. അന്ന് ആ കടുവ അവരെ ഉറങ്ങാൻ വിട്ടില്ല, അവരെ അന്ന് രാത്രി തങ്ങുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ കടുവായും ഉണ്ട്. ഈ വനത്തിന് എല്ലായിടത്തിലും ഉണ്ട് സാറേ. കടുവ, ആന, പുലി എല്ലാ മൃഗങ്ങളും ഉണ്ട്. കരടി. വനം എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിച്ചാ തന്നെ കാട്ടി ജീവിക്കുന്നത്. എല്ലാത്തിനും പേടിയാ. ആനയെ കൊണ്ട് ഉപദ്രവമുണ്ടോ? ഉണ്ട്. ഈ മെയിൻ റോഡിൽ തന്നെ വണ്ടികൾ തടഞ്ഞു നിർത്താനും ആൾക്കാരെ ഓടിക്കാനും എല്ലാം. ആരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടോ ആന ഇതുവരെ? ഇവിടെ ഇല്ല. അപ്പൊ ഇതിനിടെ കുട്ടികളൊക്കെ എങ്ങനെ വിദ്യാഭ്യാസത്തിന് ചെയ്യുന്നുണ്ടോ? എല്ലാവരും കാണത്തില്ല. കുറെ പിള്ളേരുകൾ പള്ളിക്കൂടത്തിൽ പോകുന്നു, പഠിക്കുന്നു. 8ല്, 6ല്, 7ല്, 3ല്, 4ല്, 1ലൊക്കെ ഉള്ള പഠിത്തങ്ങളേ ഉള്ളു ഇപ്പൊ ഇവിടെ ഉള്ളവര്. അപ്പൊ ഇവര് പിന്നെ കോളേജിൽ പോയ കുട്ടികളൊന്നും ഇല്ല? ഇവിടെ ഇല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ജോലി? ആർക്കും ഇല്ല ജോലി, സർക്കാർ ജോലി അങ്ങനെയുള്ള ആരും ഇല്ല? ചേച്ചിയുടെ ഈ 18 കുടുംബത്തിനും ഇല്ല. അല്ലാതെ ഈ നിങ്ങളുടെ ഇവിടെ ഈ അച്ചൻകോവിൽ ഭാഗത്തൊക്കെ ഉള്ള അച്ചൻകോവില് ഞങ്ങളുടെ കോളേജില് ഉള്ളവരും ഉണ്ട്. അവർക്കൊക്കെ ജോലിയുണ്ട്? അവർക്ക് ജോലിയുണ്ട്. പിന്നെ കോളേജ് വരെ പോയവരും ഉണ്ട്, 10ാം ക്ലാസ്സിൽ ജയിച്ചവരും ഉണ്ട്, എല്ലാരും ഉണ്ട്. എന്നാലും പൊതുവെ കുട്ടികൾ ഹൈസ്കൂൾ എത്തുമ്പോ പഠിത്തം നിർത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കാട്ടിൽ പോയും കൂലിപ്പണിക്ക് പോയും കാട്ടില് പോയി തേനിറക്കാനും പൂ ഉണ്ടാക്കാനും ഏലക്ക പിച്ചാനും ഇങ്ങനെയൊക്കെ പിള്ളേരും പിന്നെ പോവും. അന്നേരം അവര് ആലോചിക്കുന്ന നമ്മക്ക് പഠിത്തമല്ല, ഈ കാട്ടില് പോകുന്നതാ സുഖമൊന്നും. അങ്ങനെ അന്നല്ലേ പിള്ളേർ പോകുന്നത്.
അപ്പോൾ കാടാണ് ഒരു സന്തോഷം. ഞമ്മക്കല്ല അവര് പഠിച്ചവര് ജയിച്ച ഒരു ജോലി കിട്ടിയ അങ്ങനെ ജീവിച്ചു പോകുന്നതാ ഞമ്മക്ക് സന്തോഷം. അന്നത്തെ കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയും ഇത് ചെയ്തില്ല. അപ്പൊ കുട്ടികൾ അങ്ങനെ പോകുന്നതാണ് നിങ്ങൾക്ക് നമ്മക്കതാ ഇഷ്ടം, നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്നുമില്ല. നമ്മളെ പോലെ അവര് നമ്മുടെ കൊച്ചുമക്കള് അവര് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ഞമ്മക്ക്. അതെ. ചേച്ചി, നിങ്ങളുടെ ഇപ്പൊ ചേച്ചി ഉൾപ്പെടെ ഈ അച്ചൻകോവിലിൽ ആണ് ജനിച്ച് വളർന്നതൊക്കെ. ഈ അച്ചൻകോവിലിന് പുറത്തോട്ട് സഞ്ചരിച്ചിട്ടുണ്ടോ? ഇപ്പോഴേ പോയില്ല. നേരത്തെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിമാനത്താവളം, കാഴ്ചമംഗള സ്ഥലം കാണാൻ വേണ്ടി പോയത്, ടൂർ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. പുറത്തെ വിശേഷങ്ങളും വാർത്തകളും ഒക്കെ എങ്ങനെ നിങ്ങൾ അറിയുന്നത്? ഇതുപോലെ വീടുകളിൽ പോകുമ്പോൾ സിനിമ കാണുന്നവരും TV ഉള്ളവരുടെ വീട്ടിൽ പോകും. നമ്മൾ ഈ റോഡിലും ഒക്കെ പോകുമ്പോഴേ കാണാം. പിന്നെ ആൾക്കാർ പറയുന്ന കേൾക്കാം. പിന്നെ തച്ച് പോകണമുള്ളവര് അതേ കാണും. അങ്ങനെ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അറിയുന്നത്. അല്ലാതെ ഈ ചേച്ചിക്ക് വായിക്കാൻ അറിയാമോ? എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ പത്രത്തിന്റെ കാര്യം ചോദിക്കണ്ടല്ലോ. വേണ്ട. എല്ലാരും നമ്മളെ ഇപ്പോഴുള്ള പിള്ളേരോട് ചോദിച്ചാൽ അവര് പറയും. അവർക്ക് പത്രമൊക്കെ വാർത്തയൊക്കെ അറിയാം. നമ്മളെ പണ്ടത്തെ ഞങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളൊന്നും പോയിട്ടില്ല. അല്ല, ഈ എഴുത്തും വായന അറിയാത്തോണ്ട് ഒരു വിഷമം ഉണ്ടായി. അതിലുണ്ട്. ഇനിയും പഠിക്കാം. ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രായമായ ആൾക്കാർക്കും പഠിക്കാനും എഴുത്തും വായനയൊക്കെ അറിയാനുമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇനിയും അങ്ങനെ ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എഴുത്തും വായന ഇനിയും പഠിക്കാം, വായിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മലമ്പണ്ടാരം ഗോത്ര സമുദായത്തിന്റെ ചെറിയ വിശേഷങ്ങളും മറ്റുമൊക്കെ ചേച്ചി നമ്മളോട് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത്രയും വിവരങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ചേച്ചിയോട് ഞങ്ങൾക്ക് അതിയായ നന്ദിയുണ്ട്. അപ്പോൾ ഈ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചതിലും സന്തോഷമുണ്ട്. അപ്പോൾ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മലമ്പണ്ടാരം ഗോത്ര സമുദായക്കാരുടെ ഒരു വീടിന് മുന്നിലാണ്. ഇത് വളരെ അപൂർവമായൊരു കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാരണം ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഒരു ഗൃഹനിർമ്മാണ രീതിയിൽ തീർത്ത ഒരു വീടാണിത്. ആദ്യകാലങ്ങളിൽ അവർ ഗൃഹനിർമ്മാണത്തിനായിട്ട് അതിൻ്റെ കൂര ഉണ്ടാക്കുന്നതിനായിട്ട് പുല്ല്, വാഴയില, ഈറയില എന്നിവയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ആ ഗൃഹനിർമ്മാണ വസ്തുക്കളുടെ ലഭ്യതക്കുറവ് കാരണം അവർ ഇതിൻ്റെ കൂരയ്ക്ക് വേണ്ടി അവർ ടാർപോളിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു 3 മുറിയാണുള്ളത്. പക്ഷേ അടുക്കള വീടിനോട് ചേർന്നില്ല. ഉള്ളിൽ അടുക്കള ഇല്ലാത്തത് കാരണം അവർ പുറത്ത് നിർമ്മിച്ചിട്ടുള്ള അടുക്കളയിലാണ് അവരുടെ പാചകമൊക്കെ ചെയ്യുന്നത്. ഇവരെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഇവരോടൊക്കെ നന്ദി പറഞ്ഞ് നമ്മളിനി തിരിച്ചിറങ്ങിയാണ്. ഇനി കുറേ ദൂരമൊക്കെ സഞ്ചരിക്കാനുണ്ട്, മറ്റു കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാനുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവർ ഈ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവരുടെ യാത്ര പറഞ്ഞ് അപ്പോൾ അതൊക്കെ നമുക്ക് തിരിച്ച് നടക്കാം. അപ്പോൾ ചേച്ചി ഇതാ ഇവിടെ അവർ സുഖമില്ലാതെ കിടക്കുന്നെന്ന് പറഞ്ഞില്ലേ, പുള്ളിക്ക് എന്തെങ്കിലും മരുന്നിനൊക്കെ ഇരിക്കട്ടെ കേട്ടോ. ശരി, സന്തോഷം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ ബിബിൻ പറഞ്ഞ പോലെ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോവുകയാണ്. ഇനി പോയിട്ട് വേറെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയും വിവരങ്ങളൊക്കെ നമ്മളോട് സന്തോഷപൂർവ്വം പറഞ്ഞു തന്ന ഇവരോടൊക്കെ നമുക്ക് അതിയായ നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ. എങ്ങനെയാണെങ്കിൽ നന്ദുവാണ് ഞങ്ങളെ എല്ലായിടത്തും കൂട്ടിക്കൊണ്ടൊക്കെ പോയത്. അപ്പോൾ നന്ദുവിൻ്റെ ഒരു സഹായം കൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ നന്ദുവിനും ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോട്ടെ എന്നാ. ശരി, അപ്പം ടാറ്റാ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ മലമ്പണ്ടാരം ഗോത്ര സമുദായത്തിലെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷം കുറച്ച് ദൂരം നടന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടൊരു പുഴ ഒഴുകുന്നതൊക്കെ കാണാം. ആ ഒരു പുഴയുടെ ഓരത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ചെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് അച്ചൻകോവിലെത്തി. അച്ചൻകോവിലിൽ വന്ന് നമ്മൾ ഈ പറയുന്ന മലമ്പണ്ടാരം ഗോത്ര സമുദായമൊക്കെ ആയിട്ട് സംസാരിച്ച് അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇനിയും ഒരുപാട് യാത്രകൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാഴ്ചകളൊക്കെ ഇനിയും നമുക്ക് കാണാനുണ്ട്. അത് പക്ഷേ ഈ ഒരു വീഡിയോയിലല്ല, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാം, അല്ലേ സാറേ? അതെ അതെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും ബൈ. യെസ്, ബൈ.